ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനലിൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥലം വരെ പോകുന്നത് വേറെ ഒന്നുമല്ല, പഴനിക്കാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ മുടി മൊട്ടടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസുണ്ട്, അതിക്കുട്ടുണ്ട്, കിച്ചപ്പനുണ്ട്, കൈ പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ഒന്നിനും ആൾക്കാരില്ല കേട്ടോ. അമ്മ എന്നൊന്നുമില്ല, കാരണം അവർക്കൊന്നും കാലിന് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ എന്തായാലും മല കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പോകുന്നില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വണ്ടി വിളിച്ച് പോകാൻ നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ പെട്ടി കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഴനി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് വൈകി. നമ്മൾ 1 വയസ്സ് കഴിഞ്ഞ പാടെ മുടി മുട്ടയടിക്കാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ആ ദിവസം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ നല്ല ഉഷാറിലായിരുന്നു. കാരണം ടൂർ പോകുകയെന്ന് അവരോട് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മളൊരു വഴിക്ക് ബാഗ് എടുത്ത് ഇറങ്ങണ കണ്ടാൽ തന്നെ അവരുടെ വിചാരം നമ്മൾ ടൂർ പോവുകയാണെന്നാണ്. അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വണ്ടൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വൈകിയിരുന്നു. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ നേരത്തെ പരമാവധി എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മക്കളൊക്കെ ഒരുക്കി പിടിച്ച് വരുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു ടൈം ആവും കേട്ടോ. അപ്പോൾ അതാ ഇത്ര ആൾക്കാർ, ഞങ്ങളൊരു 10 മക്കളെയും കൂട്ടിയിട്ട് ഒരു 10-13 പേരെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമൻ്റെ മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവർക്ക് പഴനിമല ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കയറാൻ പറ്റണം എന്നൊന്നുമില്ല. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അമ്മമാരാരും പോകുന്നിരുന്നില്ല. മേമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കുട്ടികളും പിന്നെ അതുപോലെ തന്നെ മാമനും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലു കിച്ചൊക്കെ സീറ്റിൽ ഇരുന്നോളിട്ടാ. ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ? പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടെ പാലക്കാട് ഒലവക്കോടാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ കേരളം എല്ലാവരും മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. നല്ല സാമ്പാർ സ്മെല്ല്, മസാല ദോശ സ്മെല്ല്. ഒന്നാ അതിൻ്റെ മുഖം എവിടെയാണ്? മറക്ക മീമിനെ കണ്ടോ? മീമിനെ കണ്ടോ? കയ്യൂക്കി നിൽക്കല് ഇതിലെന്താ ഇന്നൊരു വേറെ കളർ ചേച്ചി? ഒരു ക്യാപ്പും ആയിക്കോട്ടെ ചേച്ചി. തൊപ്പി അടുത്തിക്കണ് അല്ലെങ്കിൽ നല്ല പോലായിരിക്കും. മെരിഞ്ഞിട്ടാണോ അതുകൊണ്ട് ഉണ്ട കുട്ടിയൊക്കെ മുട്ടടിച്ച രസമാണ്. അപ്പം നമ്മുടെ മസാല ദോശ എത്തിയിട്ടുണ്ട്. സാമ്പാറും ചട്നിയും വടയും. അവിടെ കേട്ടോ. പുളി മധുമാസം മണമരുളും മലർമാസം നിറങ്ങൾ പെയ്യുമ്പോൾ
ഹലോ, അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടോ. റൂമിലെത്തിയിട്ട് നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. എല്ലാവരും ഇല്ല, ഞങ്ങൾ കുറച്ച് ടീംസ് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്, അങ്ങോട്ട് പൊലിക്കണേ. അപ്പോൾ നമ്മളങ്ങനെ പഴനിയിൽ എത്തിയിട്ടുണ്ടല്ലോ. പിന്നെ റൂമിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ പിന്നെ എന്താ പറയുക, വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചായയും ബിസ്ക്കറ്റും ഒക്കെ കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ എണീറ്റ് അമ്പലത്തിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, മക്കൾക്കുള്ളത്. ബിസ്ക്കറ്റോ ലൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൈ പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി കിടന്നുറങ്ങി. കാരണം നേരത്തെ എണീക്കാനുള്ളതാണല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.